ഇംഗ്ലീഷ് ഒരു തേങ്ങ അറിയില്ല. അപ്പോൾ ഇന്നും അറിയില്ല എനിക്ക്. വാട്ട് ഈസ് യുവർ നെയിം, സാറ് പറഞ്ഞ പോലെ വാട്ട് ഈസ് യുവർ നെയിം മാത്രമൊക്കെ അറിയും. അപ്പോൾ ഞാനിങ്ങനെ വന്ന് അപ്പോൾ അത്യാവശ്യം ഫുള്ളായിട്ട് ഇമ്പ്രൂവ് ആയിട്ടില്ല, എന്നാലും അത്യാവശ്യം അൽഹംദുലില്ലാഹ് ഇമ്പ്രൂവ് ആയിട്ട്. അതുകൊണ്ട് അനുഭവങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സാധനം എനിക്കറിയില്ല. ഞാൻ 10ാം ക്ലാസ്സിൽ 2 പ്രാവശ്യം തോറ്റ ആളാണ്. തോറ്റപ്പോൾ ആ ബുക്ക് അന്ന് അവിടെ വെച്ച് പോകണ്ട. പിന്നെ ഞാനൊരു ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അതായത് ഒരു പഠിക്കാൻ വേണ്ടി എഴുതുന്നത് ഞാൻ ഇവിടെ വന്നതിന് ശേഷം. ഇപ്പോൾ എനിക്ക് ചില സംഗതികൾ ഇപ്പോൾ മുൻപോട്ട് നോക്കിയാൽ ഒന്നും മനസ്സിലാവില്ല. ഇപ്പോൾ പറയാൻ കഴിയില്ലാന്നുണ്ടെങ്കിലും നിങ്ങൾ ഇവിടെ ഒരു മാറ്റർ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അത് ഇംഗ്ലീഷിൽ എഴുതുകയാണെങ്കിൽ അത് എന്താണ് എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റും. അത് പറയാൻ പറ്റുന്ന കാരണം എന്ന് വെച്ചാൽ ഞാൻ അതിന് വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞാൻ ദിവസം 1 മണിക്കൂർ രാത്രി എത്ര നേരം വൈകിയാലും ഞാൻ അതിന് ചിലവാക്കുന്നുണ്ട്. എൻ്റെ അമ്മയുടെ ഫ്രണ്ട് പറഞ്ഞതാണ് ഇങ്ങനെ ഇംഗ്ലീഷിൽ കോൺടാക്ട് ചെയ്ത് നോക്ക്, ഞാൻ ഇങ്ങനെ ഇംഗ്ലീഷ് പഠിക്കണം പറഞ്ഞപ്പോൾ അപ്പോൾ ഇവിടേക്ക് അമ്മ വിളിച്ച് അങ്ങനെ വന്നത് സാറ് കണ്ട് സാറ് കണ്ട് എന്തോ നല്ലതാണ് തോന്നി. ഇങ്ങനെ ഫ്രണ്ടിന് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷ് എല്ലാവരും എനിക്ക് കുറേ അറിയാം. എനിക്ക് പിന്നെ നന്നായിട്ടൊന്നും അറിയില്ല. ഞാൻ ഇതേപോലെ അവർക്ക് പഠിച്ചിട്ട് ഓരോന്ന് ഇമ്പ്രൂവ് ചെയ്ത് തോന്നുന്നു. ഞാൻ നിങ്ങളെ പോലെ തന്നെ ഒരു ബിഗിനറാണ്. നിങ്ങൾക്ക് പറ്റും. നമ്മളിങ്ങനെ ഓരോന്ന് ഡേയുടെ പഠിച്ച് നമുക്ക് എന്താ ഇംഗ്ലീഷ് സിമ്പിൾ ലാംഗ്വേജ് ആണ്. നമ്മൾ വിചാരിച്ച് നമുക്ക് എന്തായാലും പഠിക്കാൻ പറ്റും. എനിക്ക് ഈ ക്ലാസ് ഇനിയും കണ്ടിന്യൂ ഞാൻ ചെയ്യും. കാരണം റഷീദ് സാർ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇംഗ്ലീഷ് ഒരു 10 ദിവസമോ അല്ലെങ്കിൽ ഒരു മാസം 2 മാസം കൊണ്ട് പഠിച്ച് തീരേണ്ട പ്രോസസ്സല്ല. ഇത് കണ്ടിന്യൂ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കണം. എന്നാലാണ് നമുക്ക് ഒരു ഇംഗ്ലീഷ് സംസാരിക്കാനോ 4 അക്ഷരം ആരോടെങ്കിലും സംസാരിക്കാൻ പറ്റുള്ളൂ.